കോട്ടയം ജില്ലയിൽ വൈക്കത്തിൻ്റെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങൾ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുണ്ട്. ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേയറ്റത്ത് 2 നില ഊട്ടുപുര, അവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളവും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായലും നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇവിടെ ഗണപതി ഭഗവാന്റെ 3 പ്രതിഷ്ഠകളാണുള്ളത്. 2 എണ്ണം നാലമ്പലത്തിനകത്തും 1 പുറത്തും. ഇതുകൂടാതെ നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, നവരാത്രി, മണ്ഡലകാലം, വിഷു, ദീപാവലി എന്നിവയും വിശേഷങ്ങളാണ്. ഒരിക്കൽ ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ 5 തലകളിലൊന്ന് വെട്ടിമാറ്റി. ഇതേ തുടർന്ന് ഭഗവാന് ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു. അത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് ശ്രീ പാർവതിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു. പലരും ഭഗവാന് ഭിക്ഷയായി പലതും കൊടുത്തു. എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴും തലയോട്ടി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വയ്ക്കാം എന്ന പ്രയോഗമാണ് വൈക്കം ആയതെന്ന് വിശ്വസിച്ചു വരുന്നു. കേരളത്തിലെ പ്രാചീനവും പ്രസിദ്ധവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം.